السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹനിധികളായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, SKSFന്റെ സമസ്തയുടെ കർമ്മോത്സുകരായ പ്രവർത്തകർ, ആദർശം അമാനത്താണ് എന്ന ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് SKSF സംസ്ഥാന കമ്മിറ്റി സംസ്ഥാനത്തുടനീളം ഓരോ മേഖലകളിലും ആദർശ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ വളാഞ്ചേരി മേഖലയുടെ ആദർശ സമ്മേളന വേദിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വിഷയങ്ങളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കപ്പെടാൻ ഇരിക്കുകയാണ്. നമ്മളൊക്കെ സുന്നികളാണ്, അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആളുകളാണ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രൂപീകരിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം തന്നെ ഈ വിശുദ്ധ ആദർശത്തിൻ്റെ സംരക്ഷണമാണ്. അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആശയങ്ങൾ, ആദർശങ്ങൾ യാതൊരു കേടുപാടുമില്ലാതെ ഇത് കഴിഞ്ഞ 14 നൂറ്റാണ്ടുകാലമായി നമുക്ക് കൈമാറിപ്പോകുന്നത് പോലെ അടുത്ത ഒരു തലമുറകൾക്ക് കേടുപാടുകളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ മഹാന്മാരായ അസ്ഹാബ് റസൂലില്ലാഹി, പുണ്യനബിയുടെ സ്വഹാബികള്, താബിഉകള്, തബഉ താബിഉകള് ഏതു വിധത്തിലാണോ ഈ മതത്തെ എല്ലാവിധ കാലൂഷ്യങ്ങളെ തൊട്ടും എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും പരിഹരിച്ചു നിർത്തിയത് എങ്കിൽ അതുപോലെ പരിഹരിച്ചിട്ട് ഈ സംവിധാനത്തെ അടുത്ത തലമുറകൾക്ക് കൈമാറുക എന്ന വിശുദ്ധ ദീനിന്റെ അതിമഹത്തായ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സ്വാഭാവികമായും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആദർശങ്ങളെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഒരു ബാധ്യതയായി നിലനിൽക്കുന്നു. ഓരോ കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലെ ഒരു അനുഗ്രഹമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത്. അതത് കാലഘട്ടങ്ങളിൽ ഈ നാട്ടിൽ വരുന്ന നമ്മുടെ സമൂഹത്തില് ബിദ്അത്തിന്റെ കരിനാഗങ്ങൾ പത്തിവിടർത്തി ആടുന്ന സമയത്ത് ഓരോ സമയത്തും ഏതൊക്കെ വിധത്തിൽ ഏതൊക്കെ ബിദ്അത്തിന്റെ കക്ഷികളാണോ വരുന്നത് എങ്കിൽ ആ ബിദ്അത്തിന്റെ കക്ഷികളെ അതത് സന്ദർഭങ്ങളിൽ അതിൻ്റെ പൊയ്മുഖങ്ങൾ, അതിൻ്റെ യാഥാർത്ഥ്യം ഇങ്ങനെയാകുന്നു എന്ന് സമൂഹത്തെ തെര്യപ്പെടുത്തുകയും സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്ന ഒരു വലിയൊരു ഉത്തരവാദിത്വം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ നാട്ടിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വരുന്ന സമയത്ത് ഇവിടെ വഹാബിസത്തിന്റെ ആധിപത്യമായിരുന്നു, അല്ലെങ്കിൽ കടന്നുവരവാണ് ഉണ്ടായിരുന്നത്. വഹാബിസം പതുക്കെ പതുക്കെ നമ്മുടെ നാടുകളിലേക്ക് കടന്നു വന്ന സന്ദർഭത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വരവുണ്ടായിട്ടുള്ളത്. അങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞ് 1-2 പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോഴാണ് വഹാബിസം പോയി, നദ്വത്തുൽ മുജാഹിദീൻ പോയി, വഹാബിസം മൂത്ത ചിലര് ജമാഅത്തെ ഇസ്ലാമിയുമായി വരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നമ്മൾ വളാഞ്ചേരിയിൽ വെച്ച് സംസാരിക്കുമ്പോൾ കേരളത്തില് ആദ്യമായി ജമാഅത്തെ ഇസ്ലാമി നാമ്പെടുത്തിട്ടുള്ള, ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ള, പ്രബോധനം വാരിക ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയിട്ടുള്ള, ജമാഅത്തിന്റെ പ്രഥമ നേതാവുണ്ടായിട്ടുള്ള നാടാണ് വളാഞ്ചേരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളാഞ്ചേരിയിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പ്രത്യേക സമ്മേളനം തന്നെ വിളിച്ചുകൂട്ടി. ഇതാ ഇവർ ചെയ്യുന്ന പ്രശ്നങ്ങളുടെ അപകടങ്ങൾ ഇന്നതാകുന്നു എന്ന് ആ കാലഘട്ടത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമാദരണീയരായ ഗുരുവര്യന്മാരിൽ മഹാനായ ഗുരുവര്യനായിരുന്നു വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ പ്രസംഗമുണ്ട്. ഏതു കാലത്ത് 1940കളുടെ അവസാനത്തിൽ 50കളുടെ തുടക്കത്തിൽ ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ നാട്ടിൽ കാലുകുത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗമുണ്ട്. മതത്തിന്റെ വേഷം കെട്ടിയ രാഷ്ട്രീയക്കാരാണ് ജമാഅത്തെ ഇസ്ലാമി എന്നത്. മതത്തിന്റെ വേഷം കെട്ടിയ രാഷ്ട്രീയക്കാരാണ് ജമാഅത്തെ ഇസ്ലാമി എന്നത്.
കഴിഞ്ഞ കാലമത്രയും നമ്മുടെ ബോധ്യമാണ്. കേരളത്തിലെ ഓരോ മനുഷ്യർക്കും അത് പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധത്തില് മതത്തിന്റെ വേഷം കെട്ടിയിട്ട് നമ്മുടെ സമൂഹത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ഓരോ അജണ്ടകളിലേക്കും കടന്നു കയറുന്ന ഒരു വിഷവിത്തായി ജമാഅത്തെ ഇസ്ലാമി മാറിയിട്ടുണ്ട് എന്നതാണ്. പുറമെ നല്ല സംസാരം, അച്ചടി ഭാഷയിലുള്ള സംസാരം, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ തറവാട്ടുമുറ്റത്ത് ഒരു ആഢ്യത്വത്തോടുകൂടി ഒരു നമ്പൂരിമാരൊക്കെ ഇരിക്കുന്നമാര് അല്ലെങ്കിൽ ജന്മിമാരൊക്കെ ഇരിക്കുന്നവര് ഒരു വലിയ തമ്പ്രാനായി ഇങ്ങനെ ഇരിക്കുകയും സമുദായ സംഘടനകളോടൊക്കെ ഇങ്ങനെ ഉപദേശിക്കുകയും ചെയ്യുന്ന, നിങ്ങളിങ്ങനെ നിസ്കാരത്തിൽ കൈകെട്ടുന്ന തർക്കങ്ങള് അല്ലെങ്കിൽ കുനൂത്ത് ഓതുന്ന തർക്കങ്ങള്, ഇതിലൊന്നും ഞങ്ങളില്ല. ഞങ്ങൾ ഈ ഇസ്ലാമിക സമൂഹത്തെ ഈ ഉമ്മത്തിന്റെ ഐക്യം ഇതിനെ തെര്യപ്പെടുത്തുക, ഈ ഐക്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമൂഹത്തെ അങ്കലാപ്പിലാക്കുന്ന ഒരു വിഭാഗത്തിന്റെ പേര് കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി. പക്ഷെ ഈ ഒരു പ്രസ്ഥാനത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ടോയ്ലറ്റിലെ വെള്ളം പോലെ കാരണം അങ്ങോട്ടും ആവില്ല ഇങ്ങോട്ടും ആവില്ല, അതൊരു ലെവലുണ്ട്. ആ ലെവലിൽ അതെന്താവും നിൽക്കും എന്നുള്ളതാണ്. കാരണം ഒരുപാട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ലോക മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയിട്ടുള്ള അപകടങ്ങൾ ചില്ലറയല്ല. വളരെ ശാന്തമായ രീതിയിൽ ഇസ്ലാമിന്റെ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങളുള്ള സംവിധാനങ്ങളുള്ള ഒരു കാലത്ത്, ഒരു ലോകത്ത് ഇസ്ലാമിനെ ജനം ഈ വിധം തെറ്റിദ്ധരിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി. അബുൽ ആല മൗദൂദി 1941 ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയിട്ട് ഈ നാട്ടിലെ ജനങ്ങളോട് ആദ്യം പറഞ്ഞത്, കൂട്ടരെ, നിങ്ങൾ കാണുന്ന മതമൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള മതം. അത് ആദ്യം പ്രഖ്യാപിച്ചത്, പാരമ്പര്യമായി എനിക്ക് കിട്ടിയിട്ടുള്ള ഇസ്ലാമാകുന്ന പൂമാലയെ, ഇസ്ലാമാകുന്ന മാലയെ ഞാൻ എന്റെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെറിയുന്നു. എനിക്ക് പരമ്പരാഗതമായി കിട്ടിയിട്ടുള്ള ഒരു മതമുണ്ട്, ആ മതത്തെ ഞാൻ എന്റെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെറിയുന്നു എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്ന അബുൽ ആല മൗദൂദിയുടെ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ഇവര് വന്നിട്ട് ഈ സമൂഹത്തിന്റെ ഓരോ പ്രശ്നങ്ങളിലും ദീന് എന്ന് പറഞ്ഞ അതിന് അർത്ഥം കൊടുത്തു. ദീന് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എന്നതിന്റെ അർത്ഥം, ശരീഅത്ത് എന്ന് പറഞ്ഞ സ്റ്റേറ്റിന്റെ നിയമം എന്നാണ് അതിനർത്ഥം. ഇബാദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിന്റെ നിയമങ്ങൾ അംഗീകരിക്കുക എന്നാണ് അതിനർത്ഥം. അപ്പൊ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് തുടങ്ങിയവ സ്റ്റേറ്റ് സ്ഥാപിക്കാനുള്ള ട്രെയിനിങ് ആകുന്നു, പരിശീലനമാകുന്നു എന്ന് പച്ചക്ക് ഖുതുബാത്തിൽ എഴുതി വെച്ച മനുഷ്യന്റെ പേരാണ് അബുൽ ആല മൗദൂദി. ദീൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്, ശരിയാത്ത് സ്റ്റേറ്റ് നിയമങ്ങൾ, നിസ്കാരം, നോമ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു സൈനിക പരിശീലനമാണ്. ഇത് കേൾക്കുന്ന ഇതര മതസ്ഥർ ഈ മതത്തെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളിലും അകപ്പെട്ടതിന്റെ എത്രയോ സംഭവങ്ങൾ നമുക്ക് ധരിക്കാൻ കഴിയും. ഈ ഇസ്ലാമിനെ കുറിച്ച്, മുസ്ലിം സമുദായത്തെ കുറിച്ച് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയിട്ടുള്ള തെറ്റിദ്ധാരണകൾ വ്യാപകമാണ്. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. മുസ്ലിം സമുദായത്തിന്റെ ആഭ്യന്തരമായ വിഷയങ്ങളിൽ ഓരോന്നിലും ഇടപെട്ട് ഒരു പത്രവും ഒരു ചാനലും കയ്യിലുണ്ടെന്ന് കരുതി എന്ത് വൃത്തികേടുകളും നമുക്കൊക്കെ അറിയാം. സമീപ കാലഘട്ടത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആധികാരിക പരമോന്നത പണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പൊതുസമൂഹത്തിനിടയിൽ അതിന്റെ മാനാഭിമാനങ്ങൾ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്ന വിധത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലുകളിൽ വന്നിട്ടുള്ള വാർത്തകളുടെ തലക്കെട്ട്, അത് പിന്നീടാണ് മറ്റു പല മാധ്യമങ്ങളും ഏറ്റെടുക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ജമാഅത്തെ ഇസ്ലാമി ഇത് ഇപ്പോൾ രാത്രി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിം സമുദായം ടിക്കറ്റ് കൊടുക്കണം. ഇപ്പോൾ രാത്രിയാകുന്നു. ജമാഅത്തെ ഇസ്ലാമി പറയുകയാണ് ഇപ്പോൾ പകലാകുന്നു, എന്നാൽ കേരളത്തിലെ മുസ്ലിങ്ങൾ ടിക്കറ്റ് കൊടുക്കണം. അതെ, ഇപ്പോൾ പകലാകുന്നു. അല്ലെങ്കിൽ ആ മുസ്ലിം സംഘടനയെ, ആ മുസ്ലിം സംവിധാനങ്ങളെ പച്ചക്ക് ഇല്ലായ്മ ചെയ്യാനുള്ള കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും അജണ്ടകൾ ആവിഷ്കരിക്കുകയും ചെയ്യുക. ഫാഷിസത്തിനെതിരെ, ഹിന്ദുത്വത്തിനെതിരെ ഇതാ ജമാഅത്തെ ഇസ്ലാമി എങ്ങനെയാണോ സമരം ചെയ്യുന്നത് അതേപോലെ നിങ്ങൾ സമരം ചെയ്യണം. ഞങ്ങൾ സമരം ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഞങ്ങൾ എതിർക്കുന്നത് പോലെ നിങ്ങൾ എതിർത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സംഘികൾക്ക് നാരങ്ങാവെള്ളം കലക്കി കൊടുക്കുന്നവരുടെ കൂട്ടത്തിലാണ്.
ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ട്യൂണ്. ഞങ്ങൾ ശശി തരൂരിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ് അയാൾ ഹിന്ദുത്വയുടെ ആളാണെന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങൾ അംഗീകരിക്കണം. അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ അയാൾ ഹിന്ദുത്വത്തിന്റെ ആളാണ്. മോഹൻലാലിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമി പറയാണ് അയാൾ സംഖ്യയാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങൾ പറയണം അങ്ങനെയാണ്. സുനിൽ പിയുടെ ഇളയിടത്ത് സൂചിപ്പിച്ചിട്ട് ജമാഅത്തേര് പറയാണ് അയാൾ ശരിയല്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങൾ പറയണം അയാൾ ശരിയല്ല. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങളെ, മുസ്ലിം സംഘടനകളെ, മുസ്ലിം രാഷ്ട്രീയ സംവിധാനങ്ങളെ ഒക്കെ ഇല്ലായ്മ ചെയ്യാനും അതിനകത്ത് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാനും മുസ്ലിം സമുദായത്തിന്റെ സംഘ സംവിധാനങ്ങളെ പച്ചക്ക് ബത്സിക്കാനും ഒക്കെ തയ്യാറാകുന്ന ഒരു സംവിധാനം കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി. നമ്മളിങ്ങനെ പുറത്ത് കാണുമ്പോൾ എന്തൊരു മാന്യമായ ഉപദേശങ്ങൾ, എത്ര മനോഹരമായ ഉപദേശങ്ങൾ. ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ കളിയെ സമസ്ത കേരള ജംഇയ്യത്തുലമയെ തകർക്കാൻ വേണ്ടി മാത്രമല്ല, മുസ്ലിം രാഷ്ട്രീയ സംവിധാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ തകർക്കാൻ വേണ്ടിയിട്ട് ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചതിന്റെ എത്രയോ കഥകളുണ്ട്. കാരണം ജമാഅത്ത് വിഭാവനം ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇതൊന്നും നിലനിൽക്കുമ്പോൾ ആളുകളെ കിട്ടില്ല എന്നതാണ്. ഈ ഒരു സംവിധാനം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ 2010 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തില് കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ ഒരു യോഗം വിളിച്ചിട്ട് അതിൽ ജമാഅത്തെ ഇസ്ലാമിയെ വിളിച്ചില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി ആ കാലഘട്ടത്തില് മുസ്ലിം സാമുദായിക സംഘ സംവിധാനത്തിനെതിരെ ആ വിധത്തിലുള്ള ദുഷ്പ്രചരണങ്ങളും അവരുടെ മാധ്യമം ദിനപത്രം ഉപയോഗിച്ചിട്ടുള്ള വ്യാജ വാർത്തകളും ഒക്കെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. മുസ്ലിം സമുദായ സംഘടനകളുടെ ഒരു യോഗം 2010 വിളിച്ചപ്പോ എല്ലാ മുസ്ലിം സംഘടനയും വിളിച്ചു. കോട്ടക്കൽ ജമാഅത്തെ ഇസ്ലാമിയെ വിളിച്ചില്ല. ആ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്നത്തെ സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള സീദാവൂദ് മാധ്യമ ദിനപത്രത്തിൽ ഒരു ലേഖനം എഴുതുന്നുണ്ട്. കോട്ടക്കൽ കഷായം എന്നാണ് ആ ലേഖനത്തിന്റെ തലക്കെട്ട്. നമ്മളിത് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഇന്ന് സമുദായത്തിന്റെ വല്യാപ്പ അല്ലെങ്കിൽ അമ്മാവൻ ചമഞ്ഞിട്ട് മറ്റുള്ളവരെ ഉപദേശിക്കാൻ നടക്കുന്ന, ഞങ്ങൾ മാന്യതയുടെ വക്താക്കളാണ് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ തനിനിറം എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. 2010 ഓഗസ്റ്റ് 3 സീദാവൂദ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇപ്പോഴത്തെ സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള സീദാവൂദ് ലേഖനം എഴുതുന്നു. ആ ലേഖനത്തിന്റെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടക്കലിലെ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ വിളിച്ചിട്ടുള്ള യോഗത്തെ വിമർശിക്കുകയാണ്. ആ യോഗത്തിലെ എന്തൊക്കെ വിമർശനങ്ങൾ ഞാൻ ഒരു സാമ്പിൾ വായിക്കാം. മൂവാറ്റുപുഴ സംഭവത്തെ പോലെ ഈ യോഗം നടക്കുന്നതിന്റെ തൊട്ട് മുന്നിലെ മാസം നടന്ന 2010 ജൂലൈ 4 ജോസഫ് മാഷ്ടെ കൈവെട്ടൽ സംഭവം ഉണ്ടായി. ഇന്ത്യയിൽ മുഴുവനും വലിയ വിവാദമായിട്ടുള്ള സംഭവമായിരുന്നത്. ജോസഫ് മാഷ കൈവെട്ടൽ സംഭവം ഉണ്ടായി. ആ സംഭവത്തിലേക്ക് സൂചിപ്പിച്ചിട്ട് പറയാണ്, മൂവാറ്റുപുഴ സംഭവത്തെ പോലെ അതിലേറെ കേരളത്തെ സ്തംഭിപ്പിച്ച സംഭവമായിരുന്നു 2003 മാറാട് കൂട്ടക്കൊല. ആ സംഭവത്തിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് ലീഗാണ്. പുതിയ തീവ്രവാദ വിരുദ്ധ സമരത്തിൽ മുന്നണി പോരാളി. മാറാട് കലാപം, ആ കലാപത്തിലെ 1-ാം പ്രതി മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗാണ് തീവ്രവാദത്തിനെതിരെ മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിനെ വിമർശിച്ചിട്ട് അയാൾ പറയണം, മാറാട് സംഭവം CBI അന്വേഷിക്കുന്നതിനെ ഏറ്റവും ഭയപ്പാടോടെ കാണുകയും അതിനെതിരെ നിന്ന് മാറാട് വിഷയത്തെ നിരന്തരം കത്തിച്ചു നിർത്തുകയും ചെയ്ത അതേ ലീഗ് ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള പുതിയ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഏതായാലും ചിരിക്ക് വക നൽകുന്നതാണ്. മുസ്ലിം ലീഗ് ആ കാലഘട്ടത്തിൽ തീവ്രവാദ വിരുദ്ധ ക്യാമ്പയിൻ നടത്തിയപ്പോ, തീവ്രവാദ വിരുദ്ധ കൂട്ടായ്മ നടത്തിയപ്പോ നിങ്ങള് ജോസഫ് മാഷ കൈവെട്ടിയതിനേക്കാൾ അപലപനീയമായ വിധത്തിലെ മാറാട് കലാപത്തിലെ പ്രതികൾ മുസ്ലിം ലീഗാണ് എന്ന് മാധ്യമം ദിനപത്രത്തിൽ ജമാഅത്തിന്റെ നേതാവ് പച്ചക്ക് എഴുതുകയാണ്. എന്നിട്ട് പറയാം, അവിടെ നിർത്തുന്നില്ല. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ വിമർശിക്കുന്നുണ്ട്. കോട്ടക്കൽ ജുഗൽബന്ദിയിലെ മറ്റൊരു പ്രധാന റോൾ ആടിത്തീർത്തത് സുന്നി വിഭാഗങ്ങളാണ്.
തെരഞ്ഞെടുപ്പിൽ വനിതകൾ മത്സരിക്കുന്നതിന് എതിരായിരുന്നു അടുത്ത കാലം വരെയും അവരുടെ പ്രധാന വർത്തമാനം. ഇവരുടെ സംസ്ഥാന നേതാവും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനും ഒരാൾ തന്നെയാണ്. പരമാവധി സ്ത്രീകളെ മത്സരിപ്പിക്കുക എന്ന ലീഗ് അജണ്ടയും പരമാവധി സ്ത്രീകളെ വീട്ടിൽ അടച്ചുപൂട്ടിയിടുക എന്ന സുന്നി അജണ്ടയും ഒരേ സമയം വിജയിപ്പിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ അഥവാ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മിടുക്ക്. ശിഹാബ് തങ്ങളെ, ഹൈദരലി ശിഹാബ് തങ്ങളെ പച്ചക്ക് വിമർശിക്കും. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും മുസ്ലിം സാമുദായിക സംവിധാനങ്ങളെ തകർക്കാൻ, മുസ്ലിങ്ങളുടെ പൊതുകൂട്ടായ്മകളെ തകർക്കാൻ, മുസ്ലിം ഉമ്മത്തിനിടയിലെ ഓരോ വിഷയങ്ങൾ വലിച്ചിട്ടിട്ട് വിവാദങ്ങളും കുത്തിത്തിരിപ്പുകളും ഉണ്ടാക്കാൻ ഏതു കാലത്തും ശ്രമിച്ചിട്ടുള്ള ഒരു സംവിധാനത്തിന്റെ പേര് കൂടിയാണ് പ്രിയപ്പെട്ടവരെ ജമാഅത്തെ ഇസ്ലാമി. ഇന്ന് നമ്മുടെ മുമ്പിൽ വന്നിട്ട് വളരെ മാന്യമായ രീതിയിൽ ഇങ്ങനെ ഉപദേശങ്ങൾ തരുമ്പോ മുസ്ലിം സംഘടനകളെ നിങ്ങൾ അങ്ങനെ ആകണം, നിങ്ങൾ ഇങ്ങനെ ആകണം, ഞങ്ങൾ ഫാഷിസത്തിനെതിരാണ്, ഞങ്ങൾ മറ്റുള്ളവർക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ജമാഅത്തെ ഇസ്ലാമി പ്രബോധനമൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിൽ തോന്നും ഇവരാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുത്വ ഫാഷിസത്തെ RSSനെ എതിർക്കുന്നത്, ഇവരാണ് ഏറ്റവും കൂടുതൽ RSSനെ എതിർക്കണമെന്ന് തോന്നും. എന്നാൽ ഇതേ RSSുമായിട്ട് 2023 ജനുവരി 14 ഡൽഹിയിൽ വെച്ച് ഇവർ ചർച്ച നടത്തി. ആരും കാണാതെ അന്തിക്ക് തലയിൽ മുണ്ടിട്ടിട്ട് RSSന്റെ ആസ്ഥാനത്ത് പോയി ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ചർച്ച നടത്തി. ഇത് പിടിക്കപ്പെട്ടു. മാധ്യമത്തിൽ വാർത്ത ഒന്നും വന്നില്ല. പിന്നീട് ദേശീയ മാധ്യമങ്ങൾ അത് കുത്തിപ്പൊക്കി. RSSന്റെ ആസ്ഥാനത്ത് മുസ്ലിം തീവ്രവാദ ആരോപിക്കപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമി എങ്ങനെ എത്തിയെന്ന് അവസാനം 10-12 ദിവസത്തും കഴിഞ്ഞ് മാധ്യമത്തിൽ വാർത്ത വന്നു, ജമാഅത്തും RSSും തമ്മിൽ ചർച്ച നടന്നിരിക്കുന്നു. ചെറിയൊരു വാർത്ത. ഏതു കാലഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ശൈലി അതായിരുന്നു. 1977 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ നടന്നിരുന്നു. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട 2 സംഘടനകളാണ്, ഒന്ന് RSSും ഒന്ന് ജമാഅത്തെ ഇസ്ലാമി. ഈ 2 വിഭാഗവും ഒന്നിച്ചായിരുന്നു ജയിലിൽ താമസിച്ചിരുന്നത്. അവരവിടെ ജയിലിൽ വളരെ ബായി ആയിട്ട് ഭയങ്കര സൗഹൃദത്തോടെ സന്തോഷത്തോടു കൂടി കഴിയായിരുന്നു. അങ്ങനെ അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞ സന്ദർഭത്തില് ജമാഅത്തും RSSും കൂടി ചർച്ച. ആ ചർച്ച 1978 ജനുവരി 14 പ്രബോധനത്തിൽ വന്നു. അതിന്റെ തലക്കെട്ട് തന്നെ, പ്രബോധനത്തിന്റെ കവർ സ്റ്റോറി തന്നെ RSSുമായി ഒരു ചർച്ച. RSSുമായി ജമാഅത്തെ ഇസ്ലാമിയുടെ ചർച്ച. അതിൽ 3 കാര്യങ്ങളാണ് ഞങ്ങൾ തീരുമാനിച്ചത് എന്ന് പ്രബോധനം എഴുതുന്നു. ഒന്ന്, RSSൽ മുസ്ലിങ്ങളെ ചേർക്കുക. ജമാഅത്തെ ഇസ്ലാമിയും RSSും തമ്മിൽ 1978 ചർച്ച നടത്തിയിട്ട് തീരുമാനിക്കാണ്, ഒന്ന്, RSSൽ മുസ്ലിങ്ങളെ ചേർക്കുക. 2, ജനസേവന രംഗത്ത് ജമാഅത്തും RSSും സംയുക്ത സംരംഭം സംഘടിപ്പിക്കുക. ജമാഅത്തും RSSും കൂടിയിട്ട് കൈകോർത്തിട്ട് ജനസേവന രംഗത്ത് ഇറങ്ങുക. 3, RSSന് മുസ്ലിങ്ങളുടെ ഇടയിലും ജമാഅത്തിന് ഹിന്ദുക്കളുടെ ഇടയിലും ഉള്ള സൽപ്പേര് ഉണ്ടാക്കുന്നതിന് നടപടി സ്വീകരിക്കുക. ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഹിന്ദുക്കൾക്കൊരു ദുഷ്പേരുണ്ട് ഹിന്ദുക്കൾക്കിടയിൽ. അതേമാതിരി RSSനെ കുറിച്ച് മുസ്ലിങ്ങളും വളരെ എന്തൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നു. അത് മാറ്റാൻ വേണ്ടിയിട്ട് RSS ഇങ്ങനൊന്നല്ല, RSS വളരെ ഉഷാറാണ് എന്ന് മുസ്ലിം സമൂഹത്തെ തെര്യപ്പെടുത്താൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ടിറങ്ങുക. അതേമാതിരി ജമാഅത്തെ ഇസ്ലാമി ഉഷാറാണെന്ന് പറയാൻ വേണ്ടിയിട്ട് RSS മുന്നോട്ടിറങ്ങുക എന്ന് പറഞ്ഞ് ഇരു വിഭാഗവും 3 കരാറിൽ എഴുതി ഒപ്പിട്ട വാർത്ത 1978 ജനുവരി 14 പ്രബോധനത്തിൽ ഇറങ്ങി. ഇതിന്റെ അപകടം, മുസ്ലിം സമുദായത്തെ ഒറ്റുകൊടുക്കുന്ന ഈ സംവിധാനത്തിന്റെ അപകടം ആ കാലഘട്ടത്തിൽ ഏറ്റവും ആദ്യം തിരിച്ചറിഞ്ഞ ഇന്ത്യയിലെ, കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയ നേതാവായിരുന്നു CH മുഹമ്മദ് കോയ സാഹിബ്. CH മുഹമ്മദ് കോയ സാഹിബ് ആ കാലഘട്ടത്തിൽ പരസ്യമായി പ്രസംഗിക്കാൻ തുടങ്ങി, പരസ്യമായി എഴുതാൻ തുടങ്ങി. ചന്ദ്രികയിൽ അദ്ദേഹത്തിന്റെ ലേഖനം വന്നു.
RSSകാരൻ ബഹ്റിൽ മുസല്ലയിട്ട് നിസ്കരിച്ചാലും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ജമാഅത്തെ RSSകാരെ വിശ്വസിക്കുന്നതല്ല. RSSും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ചർച്ച നടത്തിയപ്പോ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചുകൊണ്ട് CH മുഹമ്മദ് കോയ RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും വിമർശിച്ചുകൊണ്ട് CH ചന്ദ്രികയിൽ എഴുതിയിട്ടുള്ള ലേഖനത്തിന്റെ മൊത്തം ആശയം, അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളുടെ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആശയം, RSSകാര് ബഹ്റിൽ മുസല്ലയിട്ട് നിസ്കരിച്ചാൽ പോലും ഞങ്ങളെ വിശ്വസിക്കൂല, ഈ ജമാഅത്തെ വിശ്വസിക്കണ്ടോ? ആ കാലഘട്ടത്തില് ഖത്തറിൽ വെച്ചിട്ട് ഹജ്ജ് കഴിഞ്ഞ് വരുന്ന സമയത്ത് സയ്യിദ് ഉമർ ബാഫഖി തങ്ങൾക്ക് ഖത്തറിൽ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. ഈ ഖത്തറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആ കാലഘട്ടത്തിൽ ഖത്തറിന്റെ മിനിസ്ട്രിയിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ സ്വാധീനമുള്ള ഒരു ഘട്ടമായിരുന്നു. ഇവിടുന്ന് പോയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മഹാനായ ഉമർ ബാഫഖി തങ്ങൾക്ക് അവിടെ ഒരു സ്വീകരണം ഏർപ്പെടുത്തിയപ്പോൾ, ഇവര് ഖത്തർ മുസ്ലിം അസോസിയേഷന്റെ കീഴിൽ ഇങ്ങനെ സ്വീകരണം ഏർപ്പെടുത്തിയപ്പോൾ ജമാഅത്തിന്റെ നേതാക്കളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ യോഗത്തിൽ ഉമർ ബാഫഖി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളുടെ മുഖത്ത് നോക്കി പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമുണ്ട്. അത് ജമാഅത്ത് വിട്ട അബ്ദുള്ള സാഹിബ് അദ്ദേഹത്തിന്റെ ശത്രുക്കളല്ല മിത്രങ്ങൾ എന്നുള്ള, ശത്രുക്കളല്ല സ്നേഹിതന്മാർ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഈ ജമാഅത്തിന്റെ നേതാക്കളെ ഇരുത്തിയിട്ട് ഉമർ ബാഫഖി തങ്ങൾ പറഞ്ഞു, അജിതൻ അറിയോ നിങ്ങൾക്ക്? അജിത എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇവിടെ പോരാടിയുള്ള നക്സലൈറ്റുകളുടെ മുന്നിൽ നിന്നിട്ടുള്ള ആളാണ് അജിത. അജിതയുടെ അച്ഛൻ കുന്നിക്കൽ നാരായണന്റെ ഈമാം പോലും ജമാഅത്തുകാരെങ്ങക്ക് ഉണ്ടായില്ലല്ലോ. അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലിട്ടപ്പോ ജയിലിൽ മാപ്പ് എഴുതി കൊടുത്ത് തിരിച്ചു പോന്ന ടീമിന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി. എന്നാൽ ധീരമായി ഒരു മാപ്പും എഴുതി തരൂല, ഞങ്ങൾ ജയിലിലെങ്കിൽ ജയില് എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന ടീമാണ് ഈ അജിതയും കുന്നിക്കൽ നാരായണനും. ഇത് സൂചിപ്പിച്ചിട്ടാണ് ഉമർ ബാഫഖി തങ്ങൾ പറഞ്ഞത്, ഏത് ആ കുന്നിക്കൽ നാരായണന്റെ ഈമാം പോലും ജമാഅത്തുകാരെ നിങ്ങൾക്ക് ഉണ്ടായില്ലല്ലോ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഏതു കാലഘട്ടത്തിലും പുറത്തൊന്ന് പ്രകടിപ്പിക്കുകയും അകത്ത് മറ്റൊന്ന് കൊണ്ട് നടക്കുകയും ചെയ്യുക എന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഏത് കാലത്തുമുള്ള സംവിധാനമാണ്. ഏതു കാലത്തും ജമാഅത്തെ ഇസ്ലാമി അത് ചെയ്തിട്ടുണ്ട്. ജമാഅത്തിന്റെ ജന്മം തന്നെ അങ്ങനെയാണ്. ജമാഅത്തെ ഇസ്ലാമി 1941 രൂപീകരിക്കപ്പെടുന്ന സന്ദർഭത്തില് ഹുക്കൂമത്തെ ഇലാഹി ഇവിടെ സ്ഥാപിക്കുക എന്ന വാദവും വെച്ചുകൊണ്ടാണ് അവർ വന്നത്. ഇവിടെ ദൈവീക ഭരണം സ്ഥാപിക്കണം. അതിനു വേണ്ടിയിട്ട് ജനങ്ങളോട് പറഞ്ഞു, ഇതാ നിങ്ങൾ ഈ ഗവൺമെന്റിനെ ആരും അംഗീകരിക്കാൻ പറ്റില്ല, നിങ്ങൾ മതേതരത്വം അംഗീകരിക്കാൻ പറ്റില്ല, നിങ്ങൾ ദേശീയത അംഗീകരിക്കാൻ പറ്റില്ല, നിങ്ങൾ ജനാധിപത്യം അംഗീകരിക്കാൻ പാടില്ല. മൗദൂദിയുടെ ഒരു പുസ്തകം തന്നെയുണ്ട്. ആ പുസ്തകത്തില് അദ്ദേഹം പറയുന്നുണ്ട്, മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം ഒരു താത്വിക വിശകലനം. മലയാളത്തിൽ അവൈലബിൾ ആണ്, മൗദൂദിയുടെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട പുസ്തകം. അല്ല, അദ്ദേഹം പറയുന്നുണ്ട്, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ തുറന്നു പ്രഖ്യാപിക്കുന്നു, ആധുനിക മതേതര ജനാധിപത്യം നിങ്ങളുടെ ഈമാനിനും ഇസ്ലാമിനും ഘടകവിരുദ്ധമാണ്. ജനാധിപത്യത്തെ അംഗീകരിക്കുക, മതേതരത്വത്തെ അംഗീകരിക്കുക, ദേശീയതയെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഈമാനിന് ഘടകവിരുദ്ധമാണ് മുസ്ലിങ്ങളെ, നിങ്ങളുടെ ഇസ്ലാമിന് ഘടകവിരുദ്ധമാണ് മുസ്ലിങ്ങളെ. ഇത് പറഞ്ഞിട്ട് നിർത്തിയില്ല. ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയിട്ട് അതിന്റെ ഭരണഘടന ഉണ്ടാക്കിയവര് ഇപ്പോഴും കഴിഞ്ഞ 2023 വരെ അവർ അങ്ങാടിയിൽ വിറ്റുകൊണ്ടിരുന്ന ഭരണഘടനയിൽ, അവരുടെ ഭരണഘടനയിലെ പ്രധാന ഒരാൾ ജമാഅത്തെ ഇസ്ലാമിൽ അംഗമാകാനുള്ള മാനദണ്ഡം പറഞ്ഞെടുത്ത് ജമാഅത്തെ ഇസ്ലാമി ഇക്കഴിഞ്ഞ കൊല്ലാണ് മാറ്റിയത്. അതിലുണ്ടായിരുന്നു, ദൈവീകമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥയിൽ താൻ വല്ല കുഞ്ചിക സ്ഥാനവും വഹിക്കുന്നുവോ, അതിന്റെ നിയമനിർമ്മാണ സഭയിലെ അംഗമോ അതിന്റെ കോടതി വ്യവസ്ഥയ്ക്ക് ന്യായാധിപ സ്ഥാനത്ത് നിയമിക്കപ്പെട്ടവനോ ആണെങ്കിൽ ആ സ്ഥാനം രാജിവെക്കുക. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയുടെ 15-16 പേജുകൾ. ഒരാൾ ജമാഅത്തെ ഇസ്ലാമിക്കാരനാകണമെങ്കിൽ അയാൾ
വക്കീലാകാൻ പാടില്ല, ഗവൺമെന്റ് ജോലിയുള്ളവനാകാൻ പാടില്ല, ഏതെങ്കിലും നിർമ്മാണ സഭയിലെ പഞ്ചായത്തിലോ പാർലമെന്റിലോ നിയമസഭയിലോ ഉണ്ടാകാൻ പാടില്ല. കാരണം അത് ജമാഅത്തെ ഇസ്ലാമി വിഭാവനം ചെയ്യുന്ന ഹുക്കൂമത്തെ ഇലാഹിക്കെതിരാണ്, തൗഹീദിനെതിരാണ്, ഷിർക്ക് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. ഇത്ര ഗുരുതരമായി പറഞ്ഞ ഒരു വിഭാഗം ഇന്ത്യയിൽ വേറെ ഉണ്ടായിട്ടില്ല. എന്നിട്ടോ ഒരുപാട് കാലം ജനങ്ങളോട് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു, വോട്ട് ചെയ്താൽ ഷിർക്കാണെന്ന് പറഞ്ഞു, ഗവൺമെന്റ് ജോലി സ്വീകരിച്ചാൽ ഷിർക്ക് സംഭവിക്കുമെന്ന് പറഞ്ഞു, PSC എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ ഇവർ സുന്നികളെ പരിഹസിക്കാറുണ്ട്. സുന്നികളെ, നിങ്ങളാണ് ഈ സമുദായത്തെ പിന്നാക്കം കൊണ്ടുപോയത്, നിങ്ങളാണ് ഈ സമുദായത്തെ വളരെ വിദ്യാഭ്യാസപരമായി പിന്നാക്കം കൊണ്ടുപോയത് എന്ന് അടിസ്ഥാനരഹിതമായ അബദ്ധജടിലമായ വാദങ്ങൾ ഇവർ ഉന്നയിക്കാറുണ്ട്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി കാണിച്ചതുപോലെയുള്ള ഈ വിധത്തിലെ ബേസ്ലെസ് ആയിട്ടുള്ള മതേതരത്വ ജനാധിപത്യ ദേശീയ സംവിധാനങ്ങൾ അംഗീകരിക്കുകയോ സർക്കാർ ജോലി സ്വീകരിക്കുകയോ, ആ കാലഘട്ടത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും വലിയ സ്ഥാപനമായിരുന്നു ശാന്തപുരത്തെ പെരിന്തൽമണ്ണയിലെ പട്ടിക്കാടിനടുത്ത ശാന്തപുരത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനം. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനത്തില് ഏതെങ്കിലും കുട്ടികൾ PSC എഴുതിയാൽ ആ കുട്ടികളെ ശാസിക്കുകയും അവിടുന്ന് പിരിച്ചുവിടാൻ ശ്രമിക്കുകയും ചെയ്ത എത്രയോ സംഭവങ്ങള് ജമാഅത്തെ ഇസ്ലാമി വിട്ട ആളുകൾ പറയുന്നുണ്ട്. അബ്ദുള്ളയുടെ ആത്മകഥയിൽ അത് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, മുസ്ലിം സമുദായത്തിനകത്ത് ഓരോ ഘട്ടത്തിലും കയറിയിട്ട് പുറത്തൊന്ന് പ്രകടിപ്പിക്കുക, അകത്ത് മറ്റൊന്ന് പ്രകടിപ്പിക്കുക. ഇന്ന് ജമാഅത്തെ ഇസ്ലാമി എന്താണെന്ന് ചോദിച്ചാൽ ജമാഅത്തേർക്ക് തന്നെ അറിയില്ല. മുജാഹിദുകാരനോട് ചോദിച്ചാൽ, വഹാബിനോട് ചോദിച്ചാൽ എന്താണ് വഹാബിസം എന്ന് ഓന് പറയും. ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ്. ഒരു തബ്ലീഗുകാരനോട് ചോദിച്ചു കഴിഞ്ഞാല് ഓന് ഇങ്ങനെ ഇതിലൊക്കെ ഇങ്ങനെ നിൽക്കും. അതും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഓന്റെ വേഷം കണ്ടാലെങ്കിലും മനസ്സിലാവും തബ്ലീഗുകാരനാണ്. ഒരു ജമാഅത്തെ ഇസ്ലാമിയോട് നിങ്ങൾ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വേറിട്ട് നിൽക്കുന്നത് ചോദിച്ചാൽ, ഒരു പ്രത്യേക മാനദണ്ഡം ഇല്ലാത്ത വിധത്തിൽ, എന്നാൽ അകത്ത് ഒന്നും പുറത്ത് മറ്റൊന്നും പ്രകടിപ്പിച്ചിട്ട് ഈ സമുദായത്തെ, ഇസ്ലാമിനെ, മുസ്ലിം ഉമ്മത്തിനെ മറ്റുള്ളവർക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപാട് സംഭവങ്ങൾ ലോകത്ത്, ഇന്ന് മുസ്ലിം ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലെ, രാഷ്ട്രീയ പ്രശ്നങ്ങളിലെ ഒരു വലിയ പ്രശ്നമാണ് ഇസ്ലാമിസം, പൊളിറ്റിക്കൽ ഇസ്ലാം. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ചിന്ത ലോകത്ത് കുത്തിവെച്ചതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചയാളാണ് അബുൽ-അല മൗദൂദി. ദീനിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശരീഅത്തിന് സ്റ്റേറ്റ് എന്ന് അർത്ഥം വെച്ചു, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന്റെ നിയമം അംഗീകരിക്കാന്ന് അർത്ഥം വെച്ചു, നിസ്കാരം, നോമ്പ് എന്ന് പറഞ്ഞാൽ സൈനിക ട്രെയിനിങ് ആണെന്ന് അർത്ഥം വെച്ചു. എന്നിട്ടോ ലോകത്തെ മുഴുവൻ ഭരണകൂടങ്ങളെയും ഇതൊന്നും ഇസ്ലാമികമല്ല, ഞാൻ വിഭാവനം ചെയ്യുന്നതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് വിഷം കുത്തിവെക്കാൻ തുടങ്ങി. ഈ വിഷം കുത്തിവെച്ചതിന്റെ ബാക്കിയായിരുന്നു ഈജിപ്തിൽ ഇതേ ശൈലിയിൽ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായി, ഇഖ്വാനുൽ മുസ്ലിമീൻ. അബുൽ-അല മൗദൂദി എന്താണോ പറഞ്ഞത് അതിന്റെ കോപ്പി പേസ്റ്റ് ആയിട്ട് ഈജിപ്തിൽ വന്നിട്ടുള്ള ഒരു സംഘടനയാണ് ഇഖ്വാനുൽ മുസ്ലിമീൻ. ഇവരൊക്കെ മുസ്ലിം സമുദായത്തെ വൈകാരികമായിട്ട് ഇളക്കി വിടുകയും ആ വൈകാരികത മുസ്ലിം ഉമ്മത്തിനുണ്ടാക്കിയിട്ടുള്ള നാശനഷ്ടങ്ങൾ എമ്പാടുമുണ്ട്. എന്നാൽ ഈ പറയുന്നതൊക്കെ കേട്ടാൽ നമുക്ക് തോന്നും മൗദൂദി ഒരു വലിയ സംഭവമാണ്. മൗദൂദിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയായ യൂസുഫ് അൽ ഖർളാവി പറയുന്നുണ്ട്, അറബി ഭാഷ സംസാരിക്കാൻ അറിയാത്ത ഒരു മനുഷ്യനാണ് അബുൽ-അല മൗദൂദി. അറബി ഭാഷയിൽ സംസാരിക്കാറില്ല. ഈ അബുൽ-അല മൗദൂദിയാണ് ഖുർആൻ വ്യാഖ്യാനം ചെയ്തിട്ടുള്ളത്. ഉറുദുവിലെ കുറെ പുസ്തകങ്ങൾ വായിച്ചിട്ട് പുതിയ ആശയങ്ങൾ, ആ കാലഘട്ടത്തിലെ കമ്മ്യൂണിസം പോലെയുള്ള ഭൗതികവാദ പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങൾ അപ്പടി എടുത്തിട്ട് അത് ഇസ്ലാമീകരിച്ചിട്ട് സമൂഹത്തിൽ പ്രചരിപ്പിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമാദരണീയനായ അധ്യക്ഷനായിരുന്ന മൗലാന ഉസ്താദ് KK അബൂബക്കർ ഹസ്രത്ത്, അദ്ദേഹം ഒരിക്കൽ ജിദ്ദയിൽ പോയപ്പോ റാബിത സംഘടിപ്പിച്ച ഒരു കോൺഫറൻസ് ഉണ്ട്. ആ കോൺഫറൻസിൽ അതിഥിയായിട്ട് അബുൽ-അല മൗദൂദി ഉണ്ട്. മൗദൂദി അടുത്ത മരിച്ചു, 79 ലാസ്റ്റ് മരിക്കുന്നത്.
ആ സദസ്സിൽ അബുല്ലാല മൗദൂദി ആ സദസ്സിൽ വെച്ചിട്ട് എല്ലാവരും അറബിയിൽ പ്രസംഗിച്ചു. മൗദൂദിക്ക് അറബി പ്രസംഗിക്കാറില്ല. മൗദൂദി ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് പരിഭാഷകനെ വെച്ചിട്ട് പരിഭാഷ ചെയ്തു പ്രസംഗിച്ചു എന്ന അനുഭവം മഹാനായ കെ അബൂബക്കർ ഹസ്രത്ത് ജാമിയയിലെ ക്ലാസ്സിൽ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ അവതരിപ്പിച്ച അനുഭവം ഇന്ന് ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈസി എന്നോട് പറഞ്ഞു. ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തു. ഇത് ഒരിക്കൽ മാത്രമല്ല, പാകിസ്ഥാൻ ഉണ്ടായി. 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ ഉണ്ടായി. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി പോയതാ. അബുല്ലാല മൗദൂദി പോയി പാകിസ്ഥാനിൽ പോയി. പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ വലിയ ഇസ്ലാമിക സ്റ്റേറ്റ് ഉണ്ടാക്കുകയാണല്ലോ. ഇസ്ലാമിക രാജ്യം എന്ന നിലക്ക് പാകിസ്ഥാന്റെ ഔദ്യോഗിക ഭാഷ അറബിയാക്കാൻ തീരുമാനിക്കും. പാകിസ്ഥാന്റെ ഔദ്യോഗിക ഭാഷ അറബിയാക്കാൻ. പക്ഷേ അതിനെ എതിർത്തതിൽ മുന്നിൽ നിന്ന ആളുടെ പേര് അബുല്ലാല മൗദൂദി എന്നായിരുന്നു, ജമാഅത്തെ ഇസ്ലാമി എന്നായിരുന്നു. കാരണം മൗദൂദിക്ക് അറബിയാക്കിയ അറബി പറയാറില്ല. അബുല്ലാല മൗദൂദി പാകിസ്ഥാൻ ഉണ്ടായപ്പോ പാകിസ്ഥാന്റെ ഔദ്യോഗിക ഭാഷ അറബിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ ചർച്ചകൾ നടന്നപ്പോ ആ ചർച്ചയെ ബ്ലോക്ക് ചെയ്യാൻ ആദ്യം മുന്നിൽ നിന്ന മനുഷ്യന്റെ പേരാണ് അബുല്ലാല മൗദൂദി. കാരണം മൂപ്പരും അറബിയും തമ്മിലുള്ള ബന്ധം അത്രയും. ആ മനുഷ്യന്റെ ഖുർആൻ പരിഭാഷയും ആ മനുഷ്യന്റെ അദ്ദേഹത്തെ വ്യക്തിപരമായി നമ്മൾ കുറ്റം പറയുകയല്ല, അദ്ദേഹത്തെ വലിയ ഇമാമും ആലിമുൽ അല്ലാമയും ഒക്കെ ആയി കണ്ടിട്ട് അദ്ദേഹം പറയുന്ന തിയറികളാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് തെറ്റിദ്ധരിക്കുകയും ആ വിധത്തിൽ ഉമ്മത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുകയും പിന്നീട് മുസ്ലിം സമുദായത്തിനകത്ത് രഹസ്യമായി കയറിക്കൂടിയിട്ട് മുസ്ലിം സാമുദായിക സംവിധാനങ്ങളുടെ അജണ്ടകൾ നിശ്ചയിക്കുന്ന വിധത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നതിനെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ സഹോദരങ്ങൾ തിരിച്ചറിയണം, നമ്മുടെ നാട് തിരിച്ചറിയണം, നമ്മുടെ ചുറ്റുപക്കമുള്ള നമ്മുടെ പരിസരങ്ങളിലുള്ള നമ്മുടെ സഹോദരങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയണമെന്നാണ് നമുക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഈ സംഭവങ്ങൾ സൂചിപ്പിച്ചതും. ഞാൻ അവസാനിപ്പിക്കുക. മറ്റൊരു വിഭാഗമുണ്ട്, തബ്ലീഗ് ജമാഅത്ത്. എന്താണ് തബ്ലീഗ് ജമാഅത്തിന്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ, എന്താണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് നമ്മളോട് ഒരാൾ ചോദിച്ചാൽ ഒറ്റയടിക്ക് ആളുകൾക്ക് മനസ്സിലാകാവുന്ന മറുപടി, തൊപ്പി വെച്ച നീളക്കുപ്പായമിട്ട വഹാബിസത്തിന്റെ പേരാണ് തബ്ലീഗ് ജമാഅത്ത്. ഇതാണ് തബ്ലീഗ് ജമാഅത്ത്. ഒന്ന് പാന്റും കുപ്പായം ഇടും, മറ്റേത് നീളമുള്ള കുപ്പായം ഇടും, തലയിൽ തൊപ്പി വെക്കും. പാന്റും കുപ്പായം ഇട്ടോൻ വഹാബി, ആ നീളമുള്ള കുപ്പായവും തൊപ്പിയിട്ടോൻ തബ്ലീഗ്. ഖലാസ്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. നമുക്കിടെ വഹാബിസം ആഗോളതലത്തിൽ എന്തൊക്കെ വാദങ്ങൾ പറയുന്നോ ആ വാദങ്ങളിൽ ഒട്ടുമിക്കതും ഏറ്റു നടക്കുകയാണ് ഇന്ന് തബ്ലീഗ് ജമാഅത്ത് എന്ന് നമുക്ക് പറയേണ്ടി വരികയാണ്. അവരുടെ ഓരോ വിഷയം ഒറ്റ ഉദാഹരണം ഞാൻ സൂചിപ്പിക്കും. തബ്ലീഗിന്റെ ആഗോളതലത്തിലെ ആസ്ഥാനമാണ് ഡൽഹിയിലെ നിസാമുദ്ദീനിലെ അവരുടെ മർക്കസ്. ആ കൊറോണ കാലത്ത് വിവാദമായി നിന്ന ഒരു വലിയ കേന്ദ്രമാണ്. കൊറോണയുടെ സ്റ്റാർട്ടിങ്ങിൽ ഓർമ്മയുണ്ടെന്നാവോ? കൊറോണയുടെ സ്റ്റാർട്ടിങ്ങിൽ വലിയ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയ വിവാദം സൃഷ്ടിച്ച മഹാനായ ഖാജ നിസാമുദ്ദീൻ ഔലിയയുടെ മഖ്ബറയിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ അപ്പുറത്താണ് തബ്ലീഗ് ജമാഅത്തിന്റെ ആഗോള തലത്തിലെ ആസ്ഥാനം കിടക്കുന്നത്. എന്താണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് മനസ്സിലാക്കാനെങ്കിൽ ഒരൊറ്റ ഉദാഹരണം മതി. 100 മീറ്റർ അപ്പുറത്തുള്ള മഹാനായ നിസാമുദ്ദീൻ ഔലിയയുടെ ദർഗയിൽ നിന്ന് അവിടെ സിയാറത്തിന് വന്ന ഒരാൾ തബ്ലീഗിന്റെ മർക്കസിലേക്ക് പോയാൽ അയാൾ അവിടെ കയറ്റൂല. തബ്ലീഗിന്റെ മർക്കസിലേക്ക് ജമാഅത്തിന്റെ ഭാഗമായി പോയ ഒരാൾ, തബ്ലീഗ് പ്രവർത്തനത്തിന് പോയ ഒരാള് ഖാജയല്ലേ, ഇന്ത്യയിൽ ഒരുപാട് നന്മകൾക്ക് നേതൃത്വം നൽകിയ നിസാമുദ്ദീൻ ഔലിയല്ലേ, ഞാൻ ഒന്ന് സിയാറത്ത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ ഓൻ അവിടുന്ന് ഇങ്ങോട്ട് പോരാ, പിന്നെ അങ്ങോട്ട് എന്താവൂല, കേറ്റൂല. എന്താണ് ഇതിനർത്ഥം? ഞാൻ അവരുടെ കിതാബുകളും മറ്റുമൊക്കെ ഇങ്ങനെ പറയുന്നതിനേക്കാൾ ഏറ്റവും സിമ്പിളായ 1-2 ഉദാഹരണങ്ങൾ പറയാം. അവരുടെ ആസ്ഥാനത്ത് നിന്ന് 100 മീറ്റർ അപ്പുറത്തുള്ള മഖ്ബറ സിയാറത്ത് ചെയ്താൽ
അവരുടെ ആസ്ഥാനത്ത് കയറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സിയാറത്തിനെ, മഹാന്മാരെ, ഔലിയാക്കളെ, തശഫുവിനെ, തവസ്സുലിനെ, ഇസ്തിഗാസയെ, അതുപോലെയുള്ള പുണ്യപ്രവർത്തികളെ തബ്ലീഗ് ജമാഅത്ത് എങ്ങനെയാണ് കാണുന്നത്? ഇസ്ലാമിക സമൂഹത്തിന്റെ മഹാഭൂരിപക്ഷം വരുന്ന ഈ ഉമ്മത്തിന്റെ 80-85% വരുന്ന ഈ ഉമ്മത്ത് നിരാക്ഷേപം ഇക്കണ്ട കാലമത്രയും അനുഷ്ഠിച്ചു പോന്നിട്ടുള്ള ആചാരങ്ങളോട്, അനുഷ്ഠാനങ്ങളോട് തബ്ലീഗ് ജമാഅത്ത് അതിന്റെ ഉള്ളിൽ വെച്ച് പുലർത്തുന്ന നിലപാട് എന്താണ് എന്നതിന്റെ ഏറ്റവും പ്രകടമായ ഒരു ഉദാഹരണം. മറ്റൊന്ന് ഞാൻ പറയാം. ഹജ്ജിന് പോകുന്ന ആളുകൾക്ക്, ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് സൗദിയുടെ ഔക്കാഫ് ഫ്രീ ആയി കൊടുക്കുന്ന കുറെ പുസ്തകങ്ങളുണ്ട്. സൗദി ഔക്കാഫ് ഫ്രീ ആയി കൊടുക്കൽ ആരെ പുസ്തകം? നിങ്ങൾക്കറിയാലോ. സൗദിയുടെ ഔക്കാഫ് ഫ്രീ കൊടുക്കണമെങ്കിൽ അത് സലഫി ആശയമുള്ള പുസ്തകങ്ങളായിരിക്കും. ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് സൗദിയുടെ ഔക്കാഫ് സൗജന്യമായി വിതരണം ചെയ്യുന്ന ഒരു പുസ്തകം ഷാ ഇസ്മായിൽ ദഹ്ലവിയുടെ തഖ്വിയത്തുൽ ഈമാൻ എന്നതാണ്. എന്താ ഷാ ഇസ്മായിൽ ദഹ്ലവിയുടെ തഖ്വിയത്തുൽ ഈമാൻ എന്ന് പറഞ്ഞാൽ? വഹാബിസത്തിന്റെ ആചാര്യനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അത്തൗഹീദ് എന്താണോ അതിന്റെ നേരെ ഉറുദു ആണ് ഇസ്മായിൽ ദഹ്ലവിയുടെ തഖ്വിയത്തുൽ ഈമാൻ. ഇസ്മായിൽ ദഹ്ലവി ആരാണ്? തബ്ലീഗിന്റെ ഗുരുവര്യൻ, നേതാക്കന്മാരുടെ ഗുരുവര്യൻ. ഞാൻ പറഞ്ഞു വരുന്നത്, തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും അങ്കുളിക്കാൻ ഞാൻ അവസാനിപ്പിക്കാം. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത്, ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യായിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരിക്കൽ റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് ഇബ്ലീസ് വന്നു. ഇബ്ലീസ് വന്നിട്ട് ഈസ നബിയോട് പറയുന്നുണ്ട്, ഈസ നബിയെ നിങ്ങൾ പറയൂ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈസ നബി പറഞ്ഞു, ഞാൻ പറയില്ല, എനിക്ക് സൗകര്യമില്ല. അപ്പൊ വീണ്ടും ഇബ്ലീസ് പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ കലിമത്തു തൗഹീദല്ലേ പറഞ്ഞു തരുന്നത്, വിശുദ്ധ വചനമല്ലേ പറഞ്ഞു തരുന്നത്, അഫ്ളലു ദിക്റല്ലേ പറഞ്ഞു തരുന്നത്, നിങ്ങൾ പറയൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈസാ നബി പറഞ്ഞു, എനിക്ക് സൗകര്യമില്ല, ഞാൻ പറയില്ല. അതെന്തെങ്കിലും പറയാത്ത 3-4 വട്ടം പറഞ്ഞപ്പോൾ ഈസാ നബി തിരസ്കരിച്ചു. എന്തെങ്കിലും പറയാത്ത? അതിന് മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അത് സംഭവം വിശുദ്ധ വചനമാണെങ്കിലും പറഞ്ഞു തന്നത് നീയാണ്, പറഞ്ഞു തന്നത് നീയാണ്. ഇത് നമ്മൾ എല്ലായിടത്തും അടിവരയിടേണ്ടതാണ്. ഒരു വാക്ക്, ഒരാശയം പ്രത്യക്ഷത്തിലെ പ്രകടനപരതയിലെ വളരെ മനോഹരമായി, വളരെ ചേതോഹരമായി, വളരെ ആകർഷണീയമായി നമുക്ക് തോന്നും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് എന്ന് പറയുന്നത് പോലെ ഈ ദീനിന്റെ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിന്റെ കണ്ണികളുണ്ട്. ആ കണ്ണികൾ എന്തു പറഞ്ഞു എന്നതിന്റെ ആ ഒരു റൂട്ടിനല്ലാതെ പ്രകടനപരതയുടെ പ്രത്യക്ഷത്തിലുള്ള നന്മയെന്ന് പ്രത്യക്ഷത്തിൽ തോന്നിക്കുന്ന പലതും അതിനകത്ത് തിന്മ ഒളിപ്പിച്ചു വെച്ചതായതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആശയം നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. നമ്മൾ ഓരോ സാധാരണക്കാരന്റെയും മുന്നിൽ ഉണ്ടാകേണ്ട ഒരു ആശയമാണ്, പറയുന്നതിന്റെ നല്ല കാര്യങ്ങൾക്കപ്പുറത്ത് പറയുന്നവൻ ആരാണ് എന്നുകൂടി പരിശോധിക്കുകയും അത് സൂക്ഷിക്കുകയും ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈമാൻ പിഴക്കാതെ, നമ്മുടെ വിശ്വാസം പിഴക്കാതെ, നമ്മുടെ അഖീദ പിഴക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയും. നമ്മൾക്ക് അതിനു വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം, ഈ കേരളീയ മുസ്ലിം സമുദായത്തിന് ഈ അതത് സമയത്ത് അതത് കാലത്ത് എന്തൊക്കെയാണോ ഈ ഉമ്മത്തിന് ആവശ്യം, ആ ആവശ്യമുള്ളത് മുഴുവനും ആവശ്യമുള്ള വേളകളിൽ ഈ ഉമ്മത്തിന് നൽകാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു നേതൃത്വം നമുക്കുണ്ട് എന്നുള്ളതാണ്. സമസ്ത മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ മഹാനായ
ശംസുൽ ഉലമ വരെയുള്ള ദീർഘമായ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഓരോ കാലഘട്ടത്തിലും നമ്മൾ വിവാദങ്ങളുടെ മീഡിയകൾ പടച്ചുവിടുന്ന അല്ലെങ്കിൽ ചുറ്റുഭാഗത്തും ഉയർന്നു നിൽക്കുന്ന വിവാദങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ, അതിൽ അസ്വസ്ഥരാകുമ്പോൾ, അതിൽ സങ്കടപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഓരോ കാലഘട്ടത്തിലും ഇൽമിലും തഖ്വയിലും വറയിലും മുന്നിൽ നിന്നിട്ടുള്ള ഓരോ കാലഘട്ടത്തിലും മുന്നിൽ നിന്നവരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഈ കഴിഞ്ഞ 100 വർഷക്കാലവും നയിച്ചിട്ടുള്ളത്. അതത് കാലഘട്ടങ്ങളിൽ ഇൽമിലും തഖ്വയിലും ആരാണോ മുന്നിൽ നിന്നത് അവരെ അള്ളാഹുവിന്റെ മഹാത്മാക്കളുടെ അനുഗ്രഹാശിസുകളോടെ ഈ ഉമ്മത്തിനെ നയിക്കാൻ, മുന്നിൽ നിർത്താൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ സയ്യിദ് അബ്ദുറഹ്മാൻ ബരക്കൽ മുല്ലക്കോയെ തങ്ങളെ കണ്ടിട്ട്, അതേപോലെ പാങ്കിൽ ഉസ്താദിനെ കണ്ടിട്ട് ഇപ്പോഴുള്ള നേതൃത്വത്തെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാമ ഇബ്നുൽ ഖൽദൂൻ തന്റെ മുഖദ്ദിമയിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഞാൻ ഇത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ സയ്യിദ്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പള്ളിയിൽ നിന്ന്, കൂഫയുടെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് അലിയെ നിങ്ങൾ അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞു. അലി നിങ്ങൾ നിൽക്കൂ എന്ന് പറഞ്ഞു. നിന്നു. എന്താണ് അലി, നിങ്ങൾ അധികാരത്തിൽ, നിങ്ങൾ ഖലീഫയായി വന്നതിന് ശേഷം എന്നും വിവാദങ്ങളാണല്ലോ, എന്നും പ്രശ്നങ്ങളാണല്ലോ, എന്നും ഓരോരോ കച്ചറകളാണല്ലോ, എന്താണ് ഇങ്ങനെ? ഒരു ഭാഗത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള റിബൽ ടീം അപ്പുറത്ത്, മറ്റൊരു ഭാഗത്ത് റോമിന്റെ സൈന്യം, വേറൊരു ഭാഗത്ത് ഷിയാക്കള്, വേറൊരു ഭാഗത്ത് ഖവാരിജുകള്, ഇങ്ങനെ ഓരോ ടീമും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്താണ് അലിയെ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്, അതേ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് ഇവിടെ ഭരിച്ചില്ലേ, എത്ര നല്ല ഭരണമായിരുന്നു, ആർക്കും പരാതിയില്ല, ആർക്കും പ്രശ്നമില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇവിടെ ഭരിച്ചില്ലേ, 10-12 വർഷം അദ്ദേഹം ഭരണം നടത്തി, ആർക്കും പ്രശ്നമില്ല, നീതിനിഷ്ഠമായ ഭരണമായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 13 വർഷത്തോളം ഭരിച്ചു. ആദ്യത്തെ 5-8-10 വർഷം ഏതായാലും പൂർണ്ണമായ ശാന്തസമ്പന്നമായ ഭരണമായിരുന്നു. ചില്ലറ വിവാദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവസാന കാലത്ത് ഉണ്ടായിട്ടുള്ളൂ. നിങ്ങൾ വന്നപ്പം മുതൽ ഇവിടെ വിവാദങ്ങൾ തന്നെ, നിങ്ങൾ വന്ന സമയം മുതൽ ഇവിടെ പ്രശ്നങ്ങൾ തന്നെ. എന്താണ് അലി ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യന്റെ പുറത്തേക്ക് തട്ടിയിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്. ശരിയാണ് സഹോദര, നീ പറഞ്ഞത് ശരിയാണ്. അബൂബക്കറും ഉമറും ഒക്കെ ഭരിക്കുന്ന സമയത്ത് ഞാനും എന്നെ പോലുള്ളവരുമായിരുന്നു അന്ന് ഭരണീയരായി അനുയായികളായി ഉണ്ടായിരുന്നത്. ഞാൻ ഭരിക്കുന്ന സമയത്ത് നീയും നിന്നെ പോലുള്ളവരുമാണ് ഭരണീയരായിട്ട് എന്നെ കേൾക്കാനുള്ള അനുയായികളായിട്ടുള്ളത്. ഈ കാലത്തിന്റെ വ്യത്യാസമാണ്, ഈ കാലത്തിന്റെ വ്യത്യാസമാണ്. അബൂബക്കറും ഉമറും ഒക്കെ ഭരിക്കുമ്പോ ഞാനും എന്നെ പോലുള്ളവരുമായിരുന്നു അനുയായികൾ. അതുകൊണ്ട് അന്ന് പ്രശ്നമൊന്നും ഉണ്ടായില്ല, വിവാദമൊന്നും ഉണ്ടായില്ല. ഞാൻ ഭരിക്കുന്ന സമയത്ത് നീയും നിന്നെ പോലുള്ളവരുമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ സ്വാഭാവികമായും വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ കാലഘട്ടത്തിലും അല്ലാഹു റബ്ബു തആല ഇൽമിലും വറയിലും തഖ്വയിലും മുന്നിൽ നിന്നിട്ടുള്ള ഒരു നേതൃത്വത്തെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അല്ലാഹു ഈ ഇസ്സത്ത്, ഈ പ്രതാപം, ഈ ഒരുമ, ഈ കെട്ടുറപ്പ് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇസ്സത്തും അഭിവൃദ്ധിയും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ നേതൃത്വത്തിന്, നമ്മുടെ കൂട്ടായ്മകൾക്ക്, നമ്മുടെ സംഘശക്തികൾക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.